നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം. അങ്ങനെ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിനും CPM-ലും ഇപ്പോൾ നടക്കുന്ന, അതായത് ഭരണത്തിലിരിക്കുന്ന CPM-നകത്ത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം, CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു. CPM-നകത്ത് പിണറായിക്കെതിരെ, പിണറായിസത്തിനെതിരെ ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പാർട്ടിയുടെ ഭരണത്തിലുള്ള പിടിപ്പുകേടിനെതിരെ ഒക്കെ CPM-നകത്ത് വിഭാഗീയത കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയിലും ഇങ്ങേയറ്റം കോട്ടയത്തും ഒക്കെ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ CPM-നകത്തെ വിഭാഗീയത, ഭരണത്തിലിരിക്കുന്ന CPM-ന് പ്രത്യേകിച്ച് പിണറായിക്ക് തന്നെ ഭരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ, അതായത് രണ്ടാമത് പിണറായി സർക്കാർ വെറും കഴിവുകെട്ട സർക്കാരാണ് എന്ന് തന്നെ പറയാതെ പറയുന്ന CPM അണികളും CPM സഖാക്കളുടെയും ഇടയിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിനകത്ത് നടക്കുന്ന നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനോടൊപ്പം ചിലപ്പോൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടന്നേക്കുമോ? അത്തരത്തിലൊരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഈ സർക്കാരിൻ്റെ ഇനി വെറും 10 മാസമുള്ളപ്പോൾ ഇനി ഒരു തിരഞ്ഞെടുപ്പ് കൂടെ 10 മാസം കഴിഞ്ഞ് നടത്തണമോ? സർക്കാർ 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ സ്ഥിതിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടൊപ്പം, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള, നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ BJP-ക്കായിരിക്കും അതിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. BJP പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയൊരു ഗവർണറാണ്, ആർലേക്കർ എന്ന പുതിയ ഗവർണറാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടും സർക്കാർ ഇപ്പോൾ പല കാര്യങ്ങളിലും പരാജയപ്പെട്ട് നിൽക്കുന്നു. അതായത് ക്ഷേമ പെൻഷനിൽ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റിലറി കമ്പനി തുടങ്ങുന്നതിൽ ഒക്കെ ഉള്ള നിരവധി പ്രശ്നങ്ങളിൽ സർക്കാർ കുഴഞ്ഞു നിൽക്കുമ്പോൾ സർക്കാരിന് ഇനി ഈ ഭരണത്തിൽ ഇനി അടുത്ത വരുന്ന ഒരു 10 മാസം കൂടി ഈ സർക്കാരിനെ കേരള സമൂഹം ചുമക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, അതായത് കോൺഗ്രസ് അതായത് BJP-യുടെ നേട്ടം എന്നത് കോൺഗ്രസിനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു രീതിയിലേക്ക് BJP പോകുമ്പോൾ കേരളത്തിലെ ഈ തമ്മിലടി ആരാകണം നേതൃത്വത്തിലേക്ക് വരേണ്ടത് എന്നതിൽ ഉള്ള ഇത്തരത്തിലുള്ളൊരു തമ്മിലടി നിൽക്കുമ്പോൾ ഒരു വേള ചിലപ്പോൾ തന്നെ RSS തന്നെ CPM-ന് തന്നെ വോട്ട് മറിച്ച് ഒരിക്കൽ കൂടി CPM ഭരണത്തിലേക്ക് വരുന്നത് BJP-ക്ക് അവരുടെ അടവ് നയമായി മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. കോൺഗ്രസിനകത്ത് നിലവിൽ കിട്ടിയിരുന്ന അവർക്ക് ആകെ കോൺഗ്രസ് MLA-മാർ ആകെ ഉള്ളത് വെറും 20 MLA-മാർ മാത്രമാണ് സഭയിലുള്ളത്. ബാക്കി ഘടകകക്ഷികൾ ഒക്കെ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ 64 വരെ കോൺഗ്രസിന് കിട്ടാൻ സാധ്യത ഉള്ള സീറ്റുകൾ, ഉറപ്പുള്ള സീറ്റുകൾ എന്നതിനെ സംബന്ധിച്ച് VD സതീശൻ ഒരു സർവേ നടത്തി. അത് കഴിഞ്ഞ ദിവസം KPCC ഓഫീസിൽ AICC-യുടെ പ്രതിനിധി ഇരിക്കവേ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു മറുപക്ഷം ഉണ്ടായി, ഒരു മറുവാദം ഉണ്ടായി എന്നൊക്കെയുള്ളത് വാർത്തകളാണ്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ, അതായത് കോൺഗ്രസിനകത്ത് ആ മറുവാദം ഉണ്ടായത് VD സതീശനോട് ആര് പറഞ്ഞു ഈ സർവേ നടത്താൻ എന്ന ചോദ്യമാണ് AP അനിൽകുമാർ ചോദിച്ചത്. AP അനിൽകുമാറിന്റെ ആ ചോദ്യം തന്നെ KC വേണുഗോപാൽ, അതായത് AP അനിൽകുമാർ KC വേണുഗോപാൽ പക്ഷക്കാരനാണ്. അപ്പോൾ ഈ സർവേ നടത്തിയതിലെ പ്രശ്നങ്ങൾ, സർവേ നടത്തിയത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണോ, കേന്ദ്രത്തിൽ AICC-യുടെ അനുമതിയോട് കൂടെയാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് നാം പറഞ്ഞു വരുന്നത് ഇത് അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. അത് മറ്റൊരു വിഷയമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പുകയുമ്പോൾ CPM-നകത്ത് അല്ലാതെ തന്നെ ഭരണത്തിലുള്ള കെടുകാര്യസ്ഥത കൂടെ നിൽക്കുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഇനി ഒരു വർഷവും കഴിഞ്ഞ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തി സർക്കാരിന്റെ കാശ് കളയണമോ? ഇത് രണ്ടും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടാകുമോ? അത് കേന്ദ്രം അത്തരത്തിലൊരു നീക്കം നടത്തുമോ? ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ആവശ്യം പറയുമോ? അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊരു സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു.
കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു ചിന്ത BJPക്ക് ഉള്ളത് കൊണ്ട് തന്നെ CPMന് ഇത്തരത്തിൽ CPMനകത്ത് വിഭാഗീയത ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ BJP ഒരു വേള ഒരിക്കൽ കൂടി CPMനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിനെ പൂർണ്ണമായി കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു നീക്കം, അതായത് പിണറായിയുടെ ഭാഗത്ത് നിന്ന് തൃശ്ശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ പിണറായി പറഞ്ഞാൽ പാർട്ടി കേൾക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ഹിന്ദു വോട്ട് ഇപ്പോൾ CPMനൊപ്പം ഹിന്ദു വോട്ടാണ് CPMന് എന്നും അനുകൂലമാകുന്നത്. അപ്പോൾ ആ ഹിന്ദു വോട്ട് CPMന് കിട്ടണം. അതിനൊരു ബാക്ക് സപ്പോർട്ട് RSS BJP അങ്ങനെ വോട്ട് മറിക്കാൻ ഒരു തന്ത്രം നടത്തിയാൽ വീണ്ടും CPM ഒരു വേള കൂടി ഭരണത്തിൽ വന്നാൽ അതിൻ്റെ നേട്ടം ഇനി വരും ഭാവിയിൽ BJPക്ക് കൊയ്യാം, BJPക്ക് നേടാം എന്ന ഒരു ചിന്ത ഉണ്ട് എന്നും, അതുകൊണ്ട് കോൺഗ്രസിൽ ഇത്തരത്തിൽ നേതൃത്വത്തിൽ ആര് വരണം, രമേശ് ചെന്നിത്തല വരണോ, VD സതീശൻ വരണോ, ഇനി മറ്റാരെങ്കിലും വരണോ എന്ന ഈ തർക്കവും കൂടി മുതലെടുത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ളൊരു നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നമുക്ക് നോക്കാം, അത് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം അങ്ങനെ ഒരു അവസ്ഥയിലും അതിനൊരു നേട്ടം കൊയ്യാൻ കോൺഗ്രസ് ഇതുവരെയുള്ള സർവ്വ പിണക്കങ്ങളും മാറ്റിവെച്ച് അവരും ഒന്ന് തയ്യാറാകുന്നത് നല്ലതല്ലേ? അവർക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ കാണുന്ന പിണക്കങ്ങൾ മാറ്റിവെച്ച് ആരാണ് തങ്ങളെ നയിക്കേണ്ടതെന്ന് അവർക്ക് തന്നെ തീരുമാനിച്ച് ചെയ്തുകൂടെ എന്നൊരു മറുചോദ്യം കൂടെ. മറ്റൊരു ഭരണം ഇനി ഒരിക്കൽ കൂടി CPM ഭരണം വരുന്നത് ഈ കേരള സമൂഹത്തിന് സഹിക്കാനാകുമോ? കോൺഗ്രസിന് തിരികെ ഭരണത്തിൽ വന്നുകൂടെ? അവർക്കൊരു വേള ഇത്തരത്തിലുള്ള അവരുടെ തർക്കങ്ങൾ മാറ്റിവെച്ചുകൂടെ? അവരുടെ നേതൃത്വത്തിലേക്ക് ഒരാളെ അവർക്ക് തന്നെ ഐക്യത്തോടെ പറഞ്ഞുകൂടെ എന്ന് കേരള സമൂഹം ഒരു വേള ചിന്തിക്കുന്നുണ്ട്. അത് VD സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും ഇനി ആരാണ് പ്രഗത്ഭരെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. നിങ്ങൾ ഇത്തരത്തിൽ തമ്മിലടിക്കാതെ ഒന്ന് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൂടെ? CPMന്റെ ഇനിയൊരു ഭരണവും കൂടെ ഈ പറയുന്ന കേരളം സഹിക്കുമോ എന്ന കാര്യവും ഇവിടെ ചോദിക്കേണ്ടി വരും. ഏതായാലും കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള തീരുമാനം ആരാകണം നയിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ CPMനകത്ത് പിണറായിസത്തിന്റെ അവസാനം, പിണറായിയുടെ രണ്ടാം ഭരണകാലത്ത് ഈ ദുരിതകാലത്തിന് ഒരു അറുതി കേരള സമൂഹം ആഗ്രഹിക്കുന്നുവോ എന്നൊരു സംശയവും കൂടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിണറായിസത്തിനെതിരെ CPMനകത്ത് ഉണ്ടായിരിക്കുന്ന ഗുണ്ടായിസം, അതായത് ഗുണ്ടാഭരണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ ഗുണ്ടാഭരണത്തിനൊരു അറുതി വേണം എന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നുവോ എന്നൊരു ചോദ്യവും ഉണ്ടാകും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി, കാര്യം ഇനി ഒരു 10 മാസത്തെ കാലാവധി കൂടി നിയമസഭ പൂർത്തിയാകാനുള്ളൂ. അപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പിന് ചെലവാകുന്ന കാശ് ഇനി വീണ്ടും ഒരു 10 മാസം കഴിയുമ്പോൾ അതുകൂടി ചെലവാക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കൂടി അത് രണ്ടും ഒരുമിച്ച് ഈ 2025 തന്നെ നടത്തണം എന്നൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം.